ഹായ് മുത്തുമണികളെ ചങ്കളെ. അപ്പോൾ സുരേന്ദ്രൻ ഇപ്പോൾ വന്നതേ ഒരു കാര്യം നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് പറയാനാ. സംഭവം വേറെ ഒന്നുമില്ലടേ. പിന്നെ ഇപ്പോൾ എനിക്ക് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ജോലി തിരക്കുമായിട്ടൊക്കെ അങ്ങ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വാട്സപ്പിനകത്ത് ഒരു പോസ്റ്റ് എനിക്ക് എടുത്തിട്ട് തന്നു. ഇതൊന്ന് നോക്ക് ചേട്ടനെ കുറിച്ചാണോ എന്ന് ഒരു സംശയം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാണോ ഒരു പോസ്റ്റ്. അപ്പോൾ അത് 6-7 ദിവസമായത് ഇട്ടതാണ്. ഞാൻ ഇന്നാണ് എനിക്കത് കിട്ടിയത്. അപ്പോൾ അതിനകത്ത് പറയണമെങ്കിൽ ഇത് ആരുദ്ദേശമാണ് എന്ന് വ്യക്തമല്ല, എങ്കിലും എന്നെ ഉദ്ദേശമാണ് എന്നെനിക്കൊരു സംശയം. അപ്പോൾ അത് വായിച്ചിട്ട് ചെറിയതില്ല എന്നുള്ള ഒരു റിപ്ലൈ കൊടുക്കാമെന്ന് എഴുതിയിട്ടേ. ഇത് ആരാ ഇട്ടെന്നറിയാമോ? നമ്മളെ പടക്കശാലയുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലായിട്ട് ഇത് കിടന്നതാണ്. അവർ 6-7 ദിവസമായി ഇട്ടിട്ട്. അതായത് അതിനകത്ത് കിടക്കുന്ന ഓരോ പോയിന്റ് വായിച്ചിട്ട് നമുക്ക് അതിനുള്ള മറുപടി കൊടുക്കാം. കഴക്കൂട്ടം വന്ന് നമ്പറിൽ വിളിച്ചു വരിക, ഞാൻ ഉള്ളപ്പോൾ, അല്ലാണ്ട് മുറിയിലിരുന്ന് വെല്ലുവിളി നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെയുള്ള പടക്കശാലയുള്ള വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് മാത്രം തരം താഴ്ന്ന ഒരു വ്യക്തിയല്ല ഞാൻ. പിന്നെ ഈ പടക്കശാല ഇതിനു മുമ്പും പല വെല്ലുവിളികളും പിന്നെ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കേസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞൊക്കെ ഭീഷണിയൊക്കെ മുഴക്കിയിട്ടുണ്ട്. ഞാൻ അത്രത്തോളം തരം താഴ്ന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല. എവിടെയെങ്കിലും വെല്ലുവിളിച്ചതായിട്ട് ഒന്ന് തെളിയിച്ചു തരാമോ പടക്കമേ? അപ്പോൾ അതിനുള്ള മറുപടി ആയല്ലോ. വെള്ളി ആണോ? മലരെ നീയും ഞാനും എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ലടേ. നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമല്ല. കാരണം പ്രശ്നം ഉണ്ടോ ഇല്ലയെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം ഞാനൊരു ലൊക്കേഷൻ വീഡിയോ എടുത്തിട്ടപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ കുട്ടികളെയും ഒരു പ്രായം ചെന്ന അമ്മ ഉൾപ്പെടെ നീ അതിനകത്ത് നിന്ന് ആ വീഡിയോയ്ക്ക് താഴെ നീ ഇട്ട ചോദ്യമാണ് അത് ഇതൊക്കെ അറിവാണികളാണോ എന്ന്. അതായത് നിൻ്റെ പാരമ്പര്യ ഗുണം എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കാണിച്ചു. അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. അതിന് മുമ്പ് വരെ ഞാൻ അത്യാവശ്യം ചില കാര്യങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള രീതിയിലൊക്കെ നിനക്ക് ഒരു ഉപകാരം ഞാൻ ചെയ്തു തരുന്നു. ഈ ചപ്പിന എന്ന് പറയുന്ന ഈ വടക്കശാലയെ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അത് വലിയ തെറ്റാണോ ഉള്ളത്? കുറേ ആയല്ലോ മോങ്ങുന്നു. ഞാൻ മോങ്ങുന്നു. മോങ്ങും, സൂക്ഷിച്ചിരിക്കുക കേട്ടോ. അത് അത്രേ പറയുന്നുള്ളൂ. നിന്റെ പേര് പോലും ഞാൻ എവിടെയും പറയാറില്ല. ഒരു ഡിസ്കഷനിൽ പോലും നീ ഇല്ല. മലവാനം എന്താ പറഞ്ഞേ? എൻ്റെ പേര് ഒരിടത്ത് പറയാറില്ല. പിന്നെ എനിക്ക് പട്ടിത്തീട്ടം സുരേന്ദ്രൻ എന്ന് പേരിട്ടത് ആരാണ്? നിൻ്റെ ചത്തുപോയ വാപ്പയാണോ? പിന്നെ പലയിടത്തും ഒരു ദിവസം കാറിനകത്തിരുന്നുകൊണ്ട് നീ എൻ്റെ പേര് 1-2 പ്രാവശ്യം പറയുന്നത് ഞാൻ കേട്ടായിരുന്നല്ലോ. പിന്നെ നീ ഒന്ന് ആലോചിക്കണം, ഞാൻ നിൻ്റെ ഒന്നും വീഡിയോ കണ്ടന്റിന് വേണ്ടി പുറകെ തപ്പി നടക്കുന്ന ഒരാളല്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞത്. പിന്നെ അതുകൊണ്ട് ഞാൻ ഇതൊന്നും കോപ്പൊന്നും കാണാറുമില്ല. ആരെങ്കിലും എടുത്ത് പറയുമ്പോഴാണ് ഞാനത് കയറി നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ എൻ്റെ ബിന്ദു അങ്ങനെയുള്ള ഒരു സ്ത്രീ എന്തോ ഒരു കമൻറ്റ് ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ നീ വന്നിരുന്ന് നിൻ്റെ മറ്റിടത്ത ഒരു ഡയലോഗ് നീ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. സുരേന്ദ്രനാണോ നിനക്ക് വന്ന് മറ്റേ ചെയ്തു തരുന്നതാണ് അല്ലേ? എടീ, നിൻ്റെ പാരമ്പര്യ ഗുണം, നിൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ചട്ടുകാലും പിടിച്ച് ചില പഞ്ചായത്ത് കുളം പോലെ നിൽക്കുന്നുണ്ട്. നീ ഈ നമ്പർ പബ്ലിക്കായിട്ട് ഇട്ടിട്ട് പോലും ഒരു പട്ടികൾ നിന്നെ വിളിക്കുകയോ നിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വരുന്നില്ല. അതിൻ്റെ ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് കാണുന്ന എല്ലാ സ്ത്രീകളെയും ആ ഗണത്തിൽപ്പെടുത്തുന്ന നിൻ്റെ ദുഷിച്ച മനസ്സുണ്ടല്ലോ, അതാണ് നീ അവിടെ പ്രകടിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ ഇല്ല മലവാനം റീച്ചിനും കൂടെ കുറെ കുക്കിച്ചുകൾ മര്യാദയ്ക്ക് ഒന്ന് എഴുതാനെങ്കിലും പഠിക്കും. നീ വന്നിരുന്ന് മറ്റേടാ കൊണയിലടിക്കുമല്ലേ? കുക്കിച്ചുകൾക്കും സുഖിക്കാൻ അതേടോ. പിന്നെ നിൻ്റെ കയ്യിൽ നിന്നുള്ള കുറേ റീച്ച് കൊണ്ട് കിട്ടിയതിന് ശേഷം ഞാനിത് അവിടെ ഒരു 10 ഏക്കർ വസ്തു വാങ്ങിയിട്ടേക്കാണ്. ഇനി അതിനകത്തൊരു കൊട്ടാര കൂടെ പണിയണം. പിന്നെ പൂക്കിച്ചികളെ സൂഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലായില്ല. പിന്നെ നിനക്ക് ഈ ചട്ടി എന്തിക്കൊടയ്യ കൊളുത്തിക്കൊടയ്യ എന്തിക്കൊടയ്യ വൃത്തിക്കൊടയ്യ എനിക്ക് നോക്കടി ചട്ടുകാലാണോടി ഞാൻ പോകുന്ന സ്പീഡ് കൊണ്ടോടി നിന്നെ ഞാൻ ഇടിച്ചു. ഇങ്ങനെയൊക്കെ ആക്ഷൻ കാണിച്ചുകൊണ്ട് നടന്നിട്ട് ഈ നമ്പർ പബ്ലിക്കായിട്ട് ഇട്ടിട്ട് പോലും നിന്നെ ഒരു പട്ടികളും തിരിഞ്ഞു നോക്കുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. നീ ഒന്നിങ്ങോട്ട് പ്ലക്കിത്ത എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് കിടന്നാലും ഒരു പട്ടികളും നിന്നെ പ്ലക്കാനും വരത്തില്ല, തിരിഞ്ഞു നോക്കും. ആ ഒരു വിഷമം ഈ കണ്ട സ്ത്രീകളുടെ അടുത്തും എല്ലാവരുടെ അത് പറയുന്നത് കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ? സൂചിക്കാം മോങ്ങുന്ന നിൻ്റെ അവസാനം എൻ്റെ കൈ കൊണ്ടായിരുന്നു. അടിപൊളി.
എന്തിക്കടയ്യാ കൊളുത്തിക്കടയ്യാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നീയാണ് എന്നെ ഞൊട്ടുന്നത്. നീ ഞൊട്ടിക്കോ, നീ ഞൊട്ടിക്കോ, നീ ഞൊട്ടുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ് കേട്ടോ. ഞൊട്ടണം. നീ കുറേ എണ്ണത്തിനങ്ങോട്ട് ഞൊട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ സൂക്ഷിക്കാൻ കൈ ഉണ്ടായിരിക്കും. ഉണക്ക താളി നീ നേരിട്ട് വാ. അതെ, ഞാൻ ഉണക്കലാണ്, അതിലൊരു സംശയമില്ല കേട്ടോ. പിന്നെ നേരിട്ട് വരാൻ നിന്റെ മൂഞ്ചാനാണോ ഞാൻ നിന്നെ നേരിട്ട് വലിക്കാൻ വരുന്നത്? വന്നിട്ട് നീ ഒന്ന് മലന്ന് കിടന്നു തരാനാണോ? എനിക്ക് വേണ്ട. നീ നിന്റെ പഞ്ചായത്ത് കുളത്തിൽ ചാടി എനിക്ക് ആത്മഹത്യ ചെയ്യാൻ വയ്യ കേട്ടോ. നീ എന്തോ കോപ്പ് തരാമെന്ന് പറഞ്ഞാലും ശരി തന്നെ, എനിക്ക് ആ പഞ്ചായത്ത് കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ആ മോഹം അങ്ങ് വിട്ടേക്ക്. ഞാൻ എന്തോന്നിനാണ് വലിക്കാനാണോ ഞാൻ നേരിട്ട് വരുന്നത്? നേരിട്ട് വാ. വീട്ടിൽ വന്നാൽ വീട്ടിൽ വന്നാൽ ചെറുക്കൻ നിന്റെ മണിബന്ധം ചവിട്ടി പൊളിക്കും കേട്ടോ. മണിബന്ധം ചവിട്ടി പൊളിക്കും. എടീ പറക്കശാലേ, ഞാനിത് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഭാര്യയും മക്കളുമായിട്ട് പിരിഞ്ഞു കഴിയുന്ന ഒരു വ്യക്തിയാണ്. കേട്ടോ, ഞാൻ ഒറ്റയ്ക്കാണ് ഇങ്ങനെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ മണിബന്ധം എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്തെന്നറിയോ? എൻ്റെ ഭാര്യ പോയപ്പോൾ ഞാൻ അവൾക്ക് കൊടുത്തു വിട്ടു. സംഭവം മനസ്സിലായോ? കാര്യം നമ്മൾ പുരുഷന്മാരല്ലേ. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് വീട്ടിനകത്ത് മാത്രം ഒതുങ്ങിക്കൊടുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മുടെ മണിബന്ധം തന്നെ ഇരിക്കട്ടെ എന്ന് എഴുതി ഞാൻ കൊടുത്തു വിട്ടതാണ്. പിന്നെ അതുപോട്ട് ഞാൻ ഈ പുറത്തൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നി ആരുടെതെങ്കിലും ഒന്ന് ചോദിച്ച് എന്തെങ്കിലും ഒരു പ്ലക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടിയാൽ ഞാൻ അപ്പോഴും പെണ്ണുപിള്ളേരുടെ അടുത്ത് എടി എനിക്ക് ഇച്ചിരി നേരത്തെ എനിക്കൊരു കോൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ വാങ്ങിച്ചുകൊണ്ടാണ് വരുന്ന എൻ്റെ കാര്യങ്ങൾ സാധിക്കുന്നത്. അപ്പോൾ ഈ സാധനം എന്ന് പറയാൻ എൻ്റെ പെണ്ണുപിള്ളേരുടെ കയ്യിലിരിക്കുക കേട്ടോ. ഇന്ന് എനിക്ക് ചവിട്ടി പൊട്ടിക്കാം. പിന്നെ പൊട്ടിക്കും, മണിവണ്ടം ചവിട്ടി പൊട്ടിക്കും എൻ്റെ മോൻ. പിന്നെ കഴക്കൂട്ടം ജംഗ്ഷനിൽ വാ, നീ അങ്ങ് അടിച്ച് പിച്ചി ഒന്ന് പോടാ കോപ്പ. പിന്നെ ഇത് ചപ്പിന, ഈ കഴക്കൂട്ടം ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരല്പം അങ്ങോട്ടായിട്ടൊന്ന് മാറ്റി പിടിക്കാൻ പറ്റുമോ? നമ്മളെ ഈ മണിബന്ധം എന്ന് പറയുന്നതേ, അത് ചിലപ്പോൾ ഈ ചവിട്ടുമ്പോൾ ചിലപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ഇത് തെറിച്ച് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇച്ചിരി മുറ്റനൈറ്റാണ്. ഈ മണിബന്ധം അങ്ങ് തെറിച്ച് പോയി കഴിഞ്ഞാൽ ഈ വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ചെന്ന് കയറി വണ്ടിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്വം നമ്മൾ ആരാ പറയുന്നത്? അതുകൊണ്ട് ഈ കഴക്കൂട്ടൻ ജംഗ്ഷനിൽ നിന്നുള്ളത് ഒരല്പം അങ്ങോട്ട് മാറ്റി പിടിച്ചാൽ കൊള്ളാം. കാര്യം ഈ ഇച്ചിരി മുറ്റുള്ളതായതുകൊണ്ട് ഈ മണിബന്ധം ചിലപ്പോൾ എവിടെയാണ് തെറിച്ച് പോകുന്നത്. പിന്നെ അത് ആരെങ്കിലും കൈ കിട്ടിക്കഴിഞ്ഞാൽ അതും പണിയാം കേട്ടോ. അതുകൊണ്ട് പിന്നെ ഒരല്പം കഴക്കൂട്ടത്തെ ജംഗ്ഷനിൽ നിന്ന് മാറ്റി പിടിക്കുക കേട്ടോ. പിന്നെ ഞാൻ നിന്നെ വെല്ലുവിളിക്കാനും പറിക്കാനും ഞാൻ അത്ര തരം താഴ്ന്നവനല്ല. ഞാൻ എവിടെയെങ്കിലും നിന്നെ വെല്ലുവിളിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? അപ്പോൾ പടക്കശാലയെ എന്തിക്കൊടയ്യാ പുളുത്തിക്കൊടയ്യാ. അപ്പം പടക്കശാലയെ ഞാൻ ഇനി ഒരു കാര്യം പറയാം. നിൻ്റെ വാപ്പയല്ല എൻ്റെ തന്ത. നമുക്ക് ആലോചിക്കണം. സുരേന്ദ്രന് എൻ്റേതായ ചില കഴിവുകളുണ്ട്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതെങ്കിൽ ഞാൻ ഈ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന എപ്പോഴാണെന്ന് അറിയാം, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൂടുതൽ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ആലോചിച്ചു, അതായത് നിൻ്റെ ഒരു ജീവചരിത്രം ഒരു ഷോർട്ട് ഫിലിം ആക്കിയാലെന്ത്? അതായത് ഒരു 10 മിനിറ്റോ 15 മിനിറ്റിലോ ഒതുങ്ങത്തില്ല, ഒരു 3/4 മണിക്കൂറോളം വരുന്ന കേട്ടോ, 3/4 മണിക്കൂറോളം വരുന്ന ഒരു ഷോർട്ട് ഫിലിം അങ്ങ് ചെയ്താൽ എന്ത് ഞാൻ ആലോചിച്ചു. കാരണം നല്ല റീച്ചിൽ ഓടുകയും ചെയ്യും. അതായത് നിൻ്റെ പ്ലക്കടി കഥകളും നിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വരണം ചെയ്താൽ എന്തെന്ന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിന് പിന്നെ നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നിന്നെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാർ ഉണ്ട്. പിന്നെ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കഥ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെയെല്ലാം ശരിയായി. ഞാൻ അതാ പറയാം, എനിക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ സമയം കിട്ടുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീട്ടിലാണെങ്കിൽ മൊബൈലിലും അങ്ങോട്ടും കുത്തി ഇരിക്കുമ്പോൾ എനിക്ക് വേറെ കാര്യമുണ്ടോ? എന്തെങ്കിലും എൻ്റെ മനസ്സിലൊരു കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ അത് കഥയാക്കി ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പോകാൻ സമയം വേണ്ട. അത് ദൈവമായിട്ട് തന്ന ഒരു കഴിവാണോ എന്ന് എനിക്ക് ചോദിച്ചാൽ അത് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ അങ്ങനെയാണ്. അപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് എന്തായാലും 2 ദിവസം ഷൂട്ട് വരും, 2-3 ദിവസം ഷൂട്ട് വരും. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. അതായത് നിൻ്റെ പ്ലക്കടി മുതൽ ആദ്യം മുതൽ അവസാനം വരെ നിൻ്റെ നട്ടല് ചവിട്ടി ഓടിച്ചതും, പിന്നെ നിനക്കറിയാമല്ലോ പിന്നെ
ഈ ഒരു ഷോർട്ട് ഫിലിം എങ്ങനെ ചെയ്യണമെന്നും ഇനി ഷോർട്ട് ഫിലിം ചെയ്താൽ നീ കൊണ്ടത് കേസ് കൊടുക്കും മറ്റേ കൊടുത്തതെന്ന് പറഞ്ഞ് സുരേന്ദ്രൻ്റെ അടുത്തോട് നീ ഉണ്ടാക്കാൻ വരത്തില്ല. കാരണം ഒരു ഷോർട്ട് ഫിലിം കഥ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് സുരേന്ദ്രൻ അറിയാം കേട്ടോ. നീ ഒരു കോപ്പും ചെയ്തില്ല. അതുകൊണ്ട് സുരേന്ദ്രൻ്റെ അടുത്ത് ഇതിനു മുമ്പ് പല ആൾക്കാരും വിളിച്ചിട്ടുണ്ട്. അത് നിനക്ക് ഇത് ജനുസ് വേറെ കുട്ടി. പിന്നെ നിനക്കറിയാമല്ലോ സുരേന്ദ്രൻ മറ്റുള്ളവർ ചിന്തിക്കുന്ന രീതിയിലല്ല സുരേന്ദ്രൻ ചിന്തിക്കുന്നത്. ഒരു കഥ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഘടകങ്ങളും നിനക്കറിയാമല്ലോ. നിൻ്റെ ഈ കുളിസിത പരിപാടികളും പിന്നെ ഈ വീഡിയോ കോളിന് വേണ്ടിയിട്ട് ഇട്ടുകൊടുത്ത ഫോട്ടോസും എന്തെങ്കിലുമൊക്കെ ഒരു അല്പം മസാല കൂടി ചേർത്ത് ഇട്ട് കൊടുത്താൽ മില്യൺ കണക്കിന് പോയി. അതിൻ്റെ ടെക്നിക്ക് ഇങ്ങനെയൊക്കെ എനിക്കറിയാം കേട്ടോ. പടക്കശാലയുടെ കുളിസിതങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് നല്ലത് അല്ലെങ്കിൽ നല്ലൊരു പണ്ടൊരു പേരും അങ്ങോട്ട് അടിച്ചിട്ട് കൊടുത്താൽ അത് ഞാൻ ചെയ്തിരിക്കും. കാരണം നീ ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും വലിയ വിഷവിത്താണ്. സ്വയം വന്നിരുന്ന് പൊങ്ങി നീ വലിയ മറ്റവളാണെന്ന്. പിന്നെ നിനക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നു. ഇന്ന് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വിളി വന്നോ? വരാനുള്ള സാധ്യതയുണ്ട്. വലിയ താമസമില്ല കേട്ടോ. ഉടനെ നിനക്കുള്ള പണി സുരേന്ദ്രനും കൂടെ മുൻകൈ എടുത്ത് നല്ലതുപോലെ തരുന്നത് അടിച്ചിൻ്റെ അണ്ണാക്കിൽ തരുന്നേ കേട്ടോ. നിന്നെപ്പോലെയുള്ള ഒരു വിഷവിത്ത് ഈ ഭൂമിക്ക് ആവശ്യമില്ല. കുട്ടികളെ പോലും വെറുതെ വിടാതെ ചെറ്റത്തരം പറയുന്ന നിന്റെ സംസ്കാരം നമുക്ക് കേരളത്തിന് വേണ്ട. അതിന് കഴിവിൻ്റെ പരമാവധി സുരേന്ദ്രൻ വെല്ലുവിളിക്കുന്നതൊന്നുമല്ല. സുരേന്ദ്രൻ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മളെ കൂടെ നിൽക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ടടവേ കേട്ടോ. അടിച്ചണ്ണാക്കിൽ തരാനുള്ള എല്ലാ പരിപാടികളും ഞാൻ ചെയ്യുന്നുണ്ട്. നീ കാത്തിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത് ജനുസ് വേറെയാണ്. നിൻ്റെ ഭീഷണി നിൻ്റെ കയ്യിലങ്ങ് വെച്ചാൽ മതി. പിന്നെ നിൻ്റെ ഈ പടക്കശാലയുടെ പുറകെ വരാൻ എനിക്ക് സമയമില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ അത്ര മുട്ടി നിൽക്കുന്നവനുമല്ല. പിന്നെ ആ കുളത്തിനകത്ത് ചാടി ആത്മഹത്യ എനിക്ക് താല്പര്യമില്ല. മാനാഭിമാനം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അത് കാത്തു സൂക്ഷിച്ച് പോവുക കേട്ടല്ലോ പടക്കശാലേ. അപ്പോൾ വെല്ലുവിളി അത് കേട്ട് പേടിക്കുന്നവരുടെ അടുത്ത് മാത്രമായിരിക്കും. പിന്നെ എൻ്റെ മണിബന്ധം എന്തായാലും നിനക്കിപ്പോൾ തൽക്കാലം കിട്ടാൻ പോകുന്നില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഞാൻ എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് വാങ്ങി കൊണ്ടുവരുന്ന ഈ കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്നുള്ള ഒരു അല്പം മാറിയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരാം. കാരണം മണിബന്ധം അത് എപ്പോഴും അങ്ങനെ കിട്ടുന്ന സാധനമല്ല. അത് പോയി കഴിഞ്ഞാൽ തീർന്നിടവേ. അതുകൊണ്ട് പറയാം കേട്ടോ. അപ്പോൾ അടുത്ത ശൂര ഞാൻ വേറൊരു കാര്യമുണ്ട്, ഞാൻ കൂടെ ഒന്ന് പറയാം. നിൻ്റെ ഈ മറ്റിടത്തെ വീഡിയോസ് കുറേ ചെയ്ത് മടുത്തതാണ്. ഇനി ചെയ്യണ്ടെന്ന് കരുതി ഇരുന്നതാണ്. അപ്പോഴാണ് വീണ്ടും നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അപ്പോൾ നിന്നെ ഞാൻ വെറുതെ വിടാൻ പറ്റുമോ കേട്ടോ? വെറുതെ വിടാൻ പറ്റുമോ? അപ്പോൾ എന്തിക്കൂടയ്യാ മുളത്തിക്കൂടയ്യാ